ഹായ്, വെൽക്കം ടു അമ്മാസ്വഗ്. ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു 2-2.5 കിലോ ഉണ്ട്. അത് ഞാൻ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിന് എന്തെല്ലാം സംഗതികൾ വേണമെന്നുള്ളതാണ് ഇനി പറയേണ്ടത്. അപ്പം 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയൻഡർ പൗഡർ, പിന്നെ ഈ വലിയ ജീരകം, പിന്നെ ബ്ലാക്ക് പെപ്പർ അത് പൊടിച്ചതാണ്. അത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ ഗരം മസാല ചിക്കൻ ചേർക്കുന്ന ഗരം മസാല 1 ടേബിൾ സ്പൂൺ. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഗാർലിക്, ജിഞ്ചർ, ജിഞ്ചർ ഞാൻ പേസ്റ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക്കും, പിന്നെ നമുക്കതിന് വേണ്ട സംഗതികൾ ചെയ്യുമ്പോൾ പുറകാല് കാണാം. ഇതിന് 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ പീസാക്കിയിട്ട് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. എൻ്റെ 2 ടൊമാറ്റോ അരയ്ക്കുക. അപ്പം നമുക്കിതിന് ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ എടുത്ത് വെച്ച അരപ്പെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇത് വേവിക്കാമല്ലോ. ഇതിനകത്തേക്ക് ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു. നാരങ്ങയ്ക്ക് പകരം തൈരാണെങ്കിലും മതിയാവും. 1 സ്പൂണോളം അതിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇടുക. ആവശ്യത്തിന്. എന്നിട്ട് ടൊമാറ്റോ അടിച്ചു വെച്ചത് ഇതിലേക്ക് ഒഴിക്കുന്നു. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യും. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, യെല്ലോ കോൺഫ്ലവർ ആണ്. സ്റ്റാർച്ച് വൈറ്റ് കോൺഫ്ലവർ അല്ല, ഇത് യെല്ലോ കോൺഫ്ലവർ ആണ്. സ്റ്റാർച്ച് കോൺഫ്ലവർ എന്ന് പറഞ്ഞ് മറ്റേത് കിട്ടും. ഇതിൻ്റെ ഗ്രേവി പുരട്ടാനുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്രൈ ചെയ്ത് ഓണിയനും ജിഞ്ചറും എല്ലാം കൂടെ ഫ്രൈ ചെയ്ത് കുറച്ച് വലിപ്പമുണ്ട്. അത് ഇതിലേക്ക് ഒരു ക്രിസ്പിക്ക് വേണ്ടി ഞാൻ ഇടുന്നതാണ്. നമ്മൾ ചിക്കനെ എടുത്ത് പുരട്ടി വെക്കാം. പോലെ തേച്ച് പിടിപ്പിക്കുക. ഞാൻ ഓവനിലല്ല വെക്കുന്നത്, അല്ലാതെ തന്നെ ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല മാംസമുള്ള ചിക്കന്, അപ്പം നല്ലതുപോലെ അതിൻ്റെ അരപ്പ് എല്ലായിടവും ചേർക്കും. അകമെല്ലാം നല്ലതുപോലെ പിടിപ്പിക്കുക. ചിക്കൻ കംപ്ലീറ്റ്ലി തേച്ച് ഭംഗിയായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനി ഒരു 1-2 മണിക്കൂർ വെളിയിൽ തന്നെ ഇരിക്കാൻ. ഫ്രിഡ്ജ് വെക്കുന്നില്ല, വെളിയിൽ തന്നെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവനെ ഒരു പാത്രത്തിലാക്കി കവർ ചെയ്ത് ഒരു 2 മണിക്കൂർ വെളിയിലിരുന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. കണ്ടോ, ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് ഉപ്പ് എരിയെല്ലാം നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് ഫോർക്ക് കൊണ്ട്
മാംസമുള്ള ഒന്ന് കുത്തി കൊടുക്കണം. ഗ്രേവിയൊക്കെ പുരട്ടി വെച്ചിട്ട് 2 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എടുക്കുക. അപ്പം അതിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇതൊരു പൊട്ടറ്റോ ആണേ. പൊട്ടറ്റോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. ഉള്ളിലേക്ക് ഒരു പൊട്ടറ്റോ കയറ്റി വെച്ചു. അതിനോടൊപ്പം നെക്കുണ്ട്, അതുകൂടെ അതിൻ്റെ കൂടെ പൊട്ട. സംഗതികളുണ്ട്. ഇനി കുറച്ച് ഉള്ളി കൂടെ ഇതിനകത്തോട്ട് വെക്കണം. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വെക്കാം. എന്നാണ ഓയിലാണ്. നമുക്ക് അതിലേക്ക് ഇവനെ ഇറക്കി വെക്കാം. എണ്ണ ഫുള്ള് ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ഹാഫേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ചെറുതീയിൽ അതിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാം. അടപ്പ് തന്നെ അടയത്തില്ല, അത്രയ്ക്ക് ബിഗ് ചിക്കനാണ്. ഇതിൻ്റെ അടപ്പ് പോലും അടയത്തില്ല. കോഴിമുട്ട ഇരിക്കുന്നതുണ്ടോ? കോഴിമുട്ട എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഒരു 30 മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേഗം എന്നതിന് ശേഷം ഇതൊക്കെ ഒന്ന് തിരിച്ചിടാം. നമ്മുടെ ഐഡിയ സക്സസ് ആകുമെന്ന് നോക്കാം. അതിൻ്റെ ലിഡ് ചൊവ്വിന് അടയ്ക്കാൻ പറ്റുന്നില്ല. കണ്ടോ ചിക്കൻ കിടന്ന് ഇതിനെ ഉണ്ടോ? മുട്ടയുള്ള കോഴിയാ. ഉണ്ടോ മുട്ട ഇരിക്കുന്നു. പാത്രത്തിൽ കൊള്ളത്തില്ല, അത്രയ്ക്ക് ബിഗ് വണ്ണാ. ഇതിനെ നമുക്കങ്ങ് അടയ്ക്കാം. അടച്ച് അതിൻ്റെ ആവിയിലിരുന്നൊന്ന് വേകട്ടെ. ബേക്ക് ചെയ്യുന്നത് വേറെ രുചി, എണ്ണയെ വറുക്കുന്നത് വേറെ രുചിയല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ മുട്ട ഇപ്പോൾ ഇടുമെന്ന് തോന്നുന്നു. എണ്ണയ്ക്കകത്ത് കിടന്ന് കോഴി വേകട്ടെ. എന്നിട്ട് മുട്ടയിട്ടാൽ മതി. ഓക്കെ. അപ്പം പാനിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക ചിക്കൻ. കണ്ടോ മുട്ട ഇടുന്നത് കണ്ടോ? പാനിലിരുന്നുകൊണ്ട് കോഴി മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നു. കണ്ടോ? അത് വേകട്ടെ. പാലിനകത്തിരുന്ന് കോഴിമുട്ട ഇടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഈ കോഴി ഫുൾ കോഴി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുട്ട ഇടുന്നു. മുട്ടയും കൂടെ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ഫുൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തോട്ടെ. ഞാൻ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. സ്വപ്പം നാരിക്കാനായി ഒഴിച്ചേക്കാം. ഞാൻ ഒഴിച്ചതാണ്. അങ്ങനെ നമ്മുടെ കോഴിമുട്ട ഇട്ടത് കണ്ടോ? ഞാൻ ലാസ്റ്റ് കാണിക്കാം നിങ്ങളെ. കോഴിമുട്ട ഇറങ്ങി വരുന്നു. ആ മുട്ട ഇറങ്ങി വരുന്നു കണ്ടോ? അതാണ് കോഴിയുടെ മുട്ട. അങ്ങനെ നമ്മുടെ രുചികരമായ ചിക്കൻ ഫ്രൈ, ഫുൾ ചിക്കൻ ഫ്രൈ. നമ്മുടെ മുട്ട വേണ്ടതാണ് കണ്ടോ? കോഴിയുടെ മുട്ട.
ഫുൾ കോഴി ഫ്രൈ ചെയ്തെടുത്തു. സ്വാദിഷ്ടമായ ഫുൾ ചിക്കൻ ഫ്രൈ. ഇനി നമുക്ക് ഇവനെ ഒന്ന് കഴിക്കാം. ഒരു ബ്രെഡും കൂട്ടി, ബ്രെഡും കൂട്ടി എൻ്റെ ചിക്കൻ അങ്ങോട്ട് എടുക്കട്ടെ. ഒരു കാലിങ്ങോട്ട് അടത്തി, ഒരു കാലിങ് എടുത്ത് ഏതിന്ന്. എന്നിട്ട് ഇവനെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പം ബ്രെഡ് എടുത്ത് വെച്ചില്ലേ, അതിൻ്റെ കൂടെ ഒരു ബ്രെഡ് കൂടെ കഴിക്കാം. അടിപൊളിയായിരിക്കുന്നു. കഴിച്ചാലും ഇനി അടുത്ത പ്രാവശ്യം ഇനി ഒന്നുകൂടെ ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. സൂപ്പർ. നിങ്ങൾക്ക് വേണ്ടേ? ഒരു കടി കടിച്ചു, ഒരു കടി കൂടെ. അപ്പം ബ്രെഡും ചിക്കനും എനിക്ക് ഈ കോഴിയുടെ കഴുത്തിനോടാണ് പ്രിയം. വലിയ ഇഷ്ടമായി കഴുത്ത് തന്നെ. ഈ മാംസത്തിനോട് വലിയ പ്രിയമില്ല. ഇതിനകത്താകുമ്പോൾ കുറച്ച് എല്ലും ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കഴിച്ചാതിരുന്നു. എനിക്ക് കാലിൻ്റെ മാംസത്തിനോട് വലിയ പ്രിയമില്ല. ഇനി കഴുത്തൊന്ന് ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഫുൾ ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക. അപ്പം നിങ്ങളോട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ ബ്ലോഗ് ചാനൽ അമ്മാസ്വോഗ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് പറയുക, അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. ബൈ.